കാണുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാരും പാല് കുടിക്കുന്നവരായിരിക്കും. എന്നാൽ പാല് കുടിക്കുന്നത് ശരിയാണോ? പശുവിന്റെ കുട്ടിക്ക് ഉണ്ടാക്കുന്ന പാല് നമ്മൾ കട്ട് കുടിക്കുകയല്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇങ്ങനത്തെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസസ്. ആദ്യം ഞാൻ ഇൻട്രോ പറഞ്ഞ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ തുടങ്ങാം. പശു അതിന്റെ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പാല് നമ്മൾ കട്ട് കുടിക്കുകയല്ലേ എന്നുള്ളത്. യഥാർത്ഥത്തിൽ പശുവിന്റെ കുട്ടിക്ക് ഉണ്ടാക്കുന്ന പാലിനെക്കാട്ടും ഏകദേശം 4 ഇരട്ടി പാലാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണോ ബ്രോയിലർ കോഴികളെ നമ്മൾ കൂടുതൽ മാംസം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ വളർത്തിയെടുത്തത്, അതുപോലെ തന്നെ നമ്മൾ പശുവിന്റെ പാൽ ഉൽപാദനവും കൂട്ടിയതാണ്. ഈ പശുവിന്റെ പാല് മുഴുവനായിട്ട് പശുക്കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ പശുക്കുട്ടിക്ക് വയറിളക്കവും ചിലപ്പോൾ പശുക്കുട്ടിയുടെ മരണത്തിന് തന്നെ അത് കാരണമാവും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പശുക്കുട്ടിയുടെ പാലല്ല കട്ട് കുടിക്കുന്നത്. പശുക്കുട്ടിയുടെ പാല് കട്ട് കുടിക്കുന്ന കാര്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, കുട്ടിക്ക് വേണ്ട ഗ്രോത്ത് ഹോർമോൺസ് ഒക്കെ പാലിൽ ഉണ്ടാവുമല്ലോ, അപ്പൊ ആ പാല് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കും അമിത വളർച്ച ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ. ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് എപ്പോഴും സ്പീഷീസ് സ്പെസിഫിക് ആണ്. ഇത് നമ്മൾ ബ്രോയിലർ കോഴികളെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞതാണ്, ഗ്രോത്ത് ഹോർമോൺ കുത്തിവെച്ചിട്ട് ആ ഹോർമോൺ നമ്മളിലേക്ക് എത്താൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത്. മാത്രമല്ല, ഈ ഗ്രോത്ത് ഹോർമോൺ അങ്ങനെ പാലിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് ദഹിച്ചു പോകാനാണ് കൂടുതൽ സാധ്യത. കാരണം അതൊരു പ്രോട്ടീനാണ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത്, അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്നത്, പച്ചപ്പാലിന്റെ ഗുണങ്ങളൊന്നും പാക്കറ്റ് പാലിനില്ല. പാക്കറ്റ് പാലില് ഒരുപാട് വെള്ളം ചേർത്തിട്ടാണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പച്ചപ്പാല് പോലെ ഇത് പാട കെട്ടാണ്ടിരിക്കുന്നതും ആവശ്യത്തിന് കൊഴുപ്പില്ലാത്തതും എന്നുള്ളത്. ഈ പച്ചപ്പാൽ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും തിളപ്പിച്ചാറിയ പാലല്ല, ഡയറക്റ്റ് കറന്നതിന് ശേഷം കുടിക്കുന്ന പാലാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നതിനെക്കാട്ടും മുന്നേ മറ്റൊരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. പാക്കറ്റ് പാലുകൾ നമുക്ക് കിട്ടുന്നത് പാസ്ചറൈസേഷൻ, ഹോമോജനൈസേഷൻ, സ്റ്റാൻഡർഡൈസേഷൻ ഈ 3 പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷമാണ്. ഇനി പാസ്ചറൈസേഷൻ വഴി നമ്മൾ ചെയ്യുന്നത് പാലിലെ എല്ലാ രോഗാണുക്കളെയും കൊല്ലുക എന്നുള്ളതാണ്. പാസ്ചറൈസേഷൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ, പ്രത്യേകിച്ച് പാലിൽ പാസ്ചറൈസേഷൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഒരുപാട് മരണങ്ങൾ ഈ ലോകത്ത് രോഗാണുക്കളുള്ള പാല് കുടിച്ചുകൊണ്ട് മാത്രം സംഭവിച്ചിട്ടുണ്ട്. ഈ പച്ചപ്പാൽ അല്ലെങ്കിൽ റോ മിൽക്ക് കുടിക്കുന്ന വഴി പല രോഗാണുക്കളും ഡയറക്റ്റ് ആയിട്ട് ശരീരത്തിലെത്താൻ ചാൻസ് ഉണ്ട്. റാബീസ്, എലിപ്പനി, ബ്രൂസെല്ല പോലെയുള്ള രോഗങ്ങൾ വളരെ ഈസി ആയിട്ട് റോ മിൽക്ക് കുടിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിലെത്തും. ഇനി ബാക്കി 2 പ്രൊസീജിയറിലേക്ക് വരാം. പാല് കറന്ന് വീട്ടിൽ കൊടുക്കുന്നത് കുറഞ്ഞതോടു കൂടിയിട്ട് പാല് വിൽക്കുന്നതിന് ഒരു ബിസിനസ് ആയി കാണാൻ തുടങ്ങി. ഇതിന് വലിയൊരു കാരണം ഗുജറാത്തില് മലയാളി കൂടിയായിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ തുടങ്ങി വെച്ച പാൽ വിപ്ലവമാണ്. പാല് കറന്ന് വീട്ടിലെത്തിച്ചവർക്ക് മിൽക്ക് സൊസൈറ്റികളായി. സൊസൈറ്റി വഴി പാല് കൊടുക്കാൻ തുടങ്ങി. സൊസൈറ്റി യന്ത്രവൽക്കരിച്ച് പാക്കറ്റ് പാലുകൾ ഇറക്കി തുടങ്ങി. എല്ലാവർക്കും വേണ്ട രീതിയിൽ വരുമാനവും കിട്ടാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഒരു ബിസിനസ് നടത്തുന്ന സമയത്ത് ഈ കൊടുക്കുന്ന പാലിന് ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉണ്ടാവുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. കാരണം ഒരേ പശു തന്നെ പല നേരങ്ങളില്, പല ദിവസങ്ങളില്, പല തീറ്റ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന പാലിന് വ്യത്യസ്ത ക്വാളിറ്റി ആയിരിക്കും. ചിലതിന് കൊഴുപ്പ് കൂടുതലായിരിക്കും, ചിലതിന് കൊഴുപ്പ് കുറവായിരിക്കും. എന്തിനധികം പറയുന്നു, ഒരേ കറവയില് ആദ്യം വരുന്ന പാലിന് കൊഴുപ്പ് കുറവും അവസാനം വരുന്ന പാലിന് കൊഴുപ്പ് കൂടുതലുമായിരിക്കും. ഇങ്ങനെ പല ക്വാളിറ്റിയിലുള്ള പാൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരേ വില തന്നെ കൺസ്യൂമറിൻ്റെ നിന്ന് വാങ്ങിക്കുക? അതുകൊണ്ട് വന്നതാണ് സ്റ്റാൻഡർഡൈസേഷൻ. ഇന്ത്യയിലെ നിലവിൽ 4% ഫാറ്റും 8.5% SNF-ഉമാണ് പറയണത്. SNF എന്ന് പറയുന്നത് സോളിഡ് നോൺ ഫാറ്റ്, ഫാറ്റ് അല്ലാത്ത, കൊഴുപ്പല്ലാത്ത ബാക്കി പദാർത്ഥങ്ങൾ. ഇനി നിങ്ങൾക്ക് കൂടുതൽ കൊഴുപ്പുള്ള പാലാണ് വേണ്ടത് വെച്ചാൽ ഫുൾ ഫാറ്റോ അല്ലെങ്കിൽ ഫുൾ ക്രീം മിൽക്കോ സെലക്ട് ചെയ്യാം. ഇനി കുറവ് കൊഴുപ്പ് മതിയെങ്കിൽ ടോണ്ടോ അല്ലെങ്കിൽ ഡബിൾ ടോൺ മിൽക്കോ സെലക്ട് ചെയ്യാം. മിൽമയുടെ പല നിറങ്ങളിലുള്ള കവറുകൾ യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ഇതൊക്കെയാണ്. ഇനി കൊഴുപ്പ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് പാൽപ്പൊടി ഉപയോഗിക്കുന്നതും പതിവാണ്. ഇനി എന്തുകൊണ്ടാണ് കറന്നെടുത്ത പാലിൻ്റെ അത്ര പാട ഈ പാക്കറ്റ് പാല് കെട്ടാത്തതെന്ന് വെച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഹോമോജനൈസേഷൻ.
ഹോമോജനൈസേഷൻ വഴി പാലിലെ കൊഴുപ്പിന് എല്ലാതും ഒരേ വലുപ്പം ആക്കുന്നതുകൊണ്ടാണ് കറന്നെടുത്ത പാലിന്റെ അത്ര പാക്കറ്റ് പാലുകൾ ഒരിക്കലും പാട കിട്ടാത്തത്. പാൽ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പാല് കഴിക്കുന്നവർ പലപ്പോഴും കേൾക്കുന്ന മറ്റൊരു ടേമാണ് ലാക്ടോസ് ഇൻടോളറൻസ്. ലാക്ടോസ് ഇൻടോളറൻസ് എന്താന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ സ്മോൾ ഇൻറ്റസ്റ്റൈന് ലാക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാക്കുന്നുണ്ട്. ഈ ലാക്ടോസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻസൈം വഴി ഗാലക്ടോസും ഗ്ലൂക്കോസുമായിട്ട് ശരീരത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. എന്നാൽ 5 വയസ്സിന് ശേഷം ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈം ശരീരത്തിൽ ഗണ്യമായി കുറയും. ഒരു 30 വയസ്സാകുമ്പോൾ പലരുടെയും ശരീരത്തിൽ ഈ ലാക്ടേസ് എൻസൈം ഉണ്ടാവുക തന്നെ ഇല്ല. ഏകദേശം 65% വേൾഡ് പോപ്പുലേഷൻ അതുകൊണ്ട് തന്നെ ലാക്ടോസ് ഇൻടോളറൻ്റ് ആണ്. ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പാല് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ, ചില പാൽ ഉൽപ്പന്നങ്ങൾ ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും സേഫ് ആണ്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് പബ്ലിക് ഒപ്പീനിയൻസ് അഡ്രസ്സ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് പാലിനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചും സംശയം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് ഉത്തരം നൽകുന്നതായിരിക്കും. ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.